ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയിലേക്ക് ലേശം ഉപ്പും വെള്ളവും 1 ടീസ്പൂൺ ഓയിലും ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം മാവ് നമ്മൾ അത്യാവശ്യം മീഡിയം സൈസ് ബോൾസ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എത്രയാണോ എടുക്കുന്നത് അതുപോലെ എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടും പൊടി ചേർക്കാതെ ലേശം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അധികം തിക്കുമല്ല എന്നാൽ അധികം തിന്നും അല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു കട്ടിയാണ് കേട്ടോ പാടുള്ളൂ. ഒരുപാട് തിന്നാവരുത്, ഒരുപാട് തിക്കുവാത്ത രീതിയിൽ. ഇനി ഇത് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിട്ടോ റൗണ്ട് ഷേപ്പിൽ. ഇനി ഇതിൻ്റെ ഷേപ്പ് കുറച്ച് വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വലിയ മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കുക. നമ്മൾ മക്രോണിയൊക്കെ ആക്കി എടുക്കില്ല, ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. കുറച്ചുകൂടെ വലിയ മൂടി വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വലുതായിരിക്കും കേട്ടോ. എനിക്കിതുപോലെ കുഞ്ഞതാണ് കേട്ടോ ഇഷ്ടം. അത്യാവശ്യം മീഡിയം സൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ അത് ഒരുപാട് വലുതായി പോവും. അതുകൊണ്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ കുറച്ച് വലുതായിട്ട് പരത്തി എടുത്തിട്ട് ഇതുപോലെ ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന മാവും വീണ്ടും നമ്മൾ പരത്തിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു 2 വിരൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നേരെ സെൻറ്ററിലാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും കൂടെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് മൈദപ്പൊടിയിൽ ചെയ്തെടുക്കണമെങ്കിൽ മൈദപ്പൊടി കൊണ്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് ഗോതമ്പ് പൊടിയാണല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയും കൊണ്ട് ചെയ്തെടുക്കുന്നത്. ഇതാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ്, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന രീതി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കഴിച്ചോളും കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഷേപ്പാക്കി എടുത്ത എല്ലാതും ഇതുപോലെ ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്ത് ആവി കയറ്റി എടുക്കണം കേട്ടോ. നിങ്ങൾക്കിത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ ഒരു രീതിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ലേശം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. എനിക്ക് ആ ഒരു വെള്ളത്തിലിട്ടിട്ട് ഒരു വെള്ളമേറിയ പോലെ തോന്നുന്നതിനെക്കാട്ടി നന്നായി തോന്നിയത് ഇതുപോലെ ആവി കയറ്റി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ കുറച്ച് നേരം വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ വെന്ത് വരും. ഇനി നമുക്കൊന്നിങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് അറിയും വേഗത്തിൽ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ മക്രോണിയൊക്കെ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തിട്ടിട്ടൊന്ന് ഉണക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ടൈമിലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായി കഴുകി എടുത്തതാണ്. അത്യാവശ്യം മീഡിയം സൈസുള്ള 2 ഉരുളൻകിഴങ്ങാണ്. അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചീകി എടുക്കുക അറിയില്ലേ, അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് 2 പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കുക. നല്ലപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 1/4 വേവൊക്കെ മതിയാവും കേട്ടോ. നന്നായി വേവിച്ച് ഉടച്ചെടുക്കരുത്. ഒരു 1/4 വേവ് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വേവ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അത്രേ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ, ഒരുപാട് നേരം വേവിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വെന്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൈ വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടി വരുന്ന രീതിയാണ് കേട്ടോ. ഇതിലത്തെ വെള്ളം മൊത്തം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ വഴഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ ചീകി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക.
ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ കേബേജോ ക്യാപ്സിക്കോ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഏതാണോ കഴിക്കുക വെജിറ്റബിൾസ് ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത്, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യൂബില്ല പൗഡർ ആണെന്നുണ്ടെങ്കിൽ മാഗി പൗഡർ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ, ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ല മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടിൻ്റെയും മുളക് പൊടിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് ചീകി അത് വേവിച്ചതിൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായി പിടിക്കുന്നവരെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാല ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മക്രോണി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ. ആ ഒരു ഗോതമ്പ് പൊടിൻ്റെ മക്രോണിയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് അടച്ച് വെക്കുന്നത്. ആ മസാല നല്ല പോലെ ഒന്ന് വഴഞ്ഞ് ആ ഒരു ഗോതമ്പ് പൊടിൻ്റെ മക്രോണിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിതിലേക്ക് ലേശം വെള്ളം കേട്ടോ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടാണ് നമ്മളിത് അടച്ച് വെക്കുന്നത്. അപ്പോൾ അത് അതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈവനിങ് ടൈമിൽ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.